മുഖ്യമന്ത്രിയോ ഏതെങ്കിലും VIP ആണോന്നൊന്നുമില്ല. നമ്മളൊക്കെ പോയാലും അങ്ങനെ തന്നെയാണ്. മലബാറിലെ വീട്ടകങ്ങൾ കലർപ്പില്ലാത്ത സ്നേഹം വാരിച്ചൊരിയും. അടുക്കളയിൽ അമ്മമാർ കഷ്ടപ്പെടും. ഉണ്ടാക്കാൻ കഴിയുന്നതൊക്കെ ഉണ്ടാക്കി ഡൈനിങ് ടേബിൾ ഇഞ്ച് കാലിയിടില്ല. വയറും മനസ്സൊക്കെ നിറയ്ക്കുന്നത് ആ നല്ല മനുഷ്യരുടെ ശീലമാണ്. മുഖ്യമന്ത്രിക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ട എന്ന ചോദ്യം പോലും അപ്രസക്തമാണ്. പ്രശ്നം അവിടെയല്ല. മുന്നറിയിപ്പുകൾ നൽകേണ്ട സംവിധാനങ്ങൾ പിന്നെയും ദുരന്തമായി മാറിയ മറ്റൊരു രാത്രി. രായ്ക്കുരാമാനം ആർത്തുപെയ്ത പേമാരിയിൽ 16 അകാല മരണങ്ങൾ, കോടികളുടെ നാശം, നഷ്ടം. മനുഷ്യർ കൈക്കുഞ്ഞുങ്ങളടക്കം പ്രാണൻ വാരിപ്പിടിച്ച് പെരുവഴി ആധാരം എന്ന ഗതികെട്ട ദുരന്തകാല ചിത്രത്തോട് ചേർത്തു വെക്കാവതല്ല. ആവോല് പൊരിച്ചടക്കം നിറഞ്ഞ തീന്മേശാ ദൃശ്യങ്ങൾ. അവിടെയാണ് പ്രശ്നം. വാക്കിലും പ്രവൃത്തിയിലും ആദ്യ പിടിച്ച മനുഷ്യർക്കൊപ്പം നാടിന്റെ നേതാവ് കട്ടയ്ക്ക് നിൽക്കേണ്ട സമയത്ത് ആ ചിത്രം പുറത്തേക്കെത്തൽ ഔചിത്യ പ്രശ്നമാണ്. മുഖ്യമന്ത്രിക്ക് അത് മനസ്സിലാവുന്നില്ലെങ്കിൽ അതിനേക്കാൾ പ്രശ്നമാണ്. അന്ന് 2018 മുഖ്യമന്ത്രി നിരാഹാരമെന്ന് ഞാൻ അറിഞ്ഞില്ല, ആഹാരം കഴിച്ചത് അപരാധമെങ്കിൽ മാപ്പ് എന്ന പരിഹാസം ആ മനുഷ്യരെ കളിയാക്കലാണ്. CMA ഒഡാസിറ്റിയാണ്, ഇൻസെൻസിറ്റിവിറ്റി. ഭാര്യാപിതാവിനെ കാണലടക്കം ഹെലികോപ്റ്റർ റാന്നിയിലെയോ കോട്ടയത്തോ ഒരു ക്യാമ്പിൽ മുഖ്യമന്ത്രി എത്തിയിട്ടില്ല. അതിന് പ്രയോറിറ്റി കൊടുക്കേണ്ട സമയത്ത് സ്വർണ്ണക്കട ഉദ്ഘാടനത്തിന് കത്രിക പിടിച്ചു നിൽക്കുന്ന ചിത്രത്തിൽ എന്തിനായിരുന്നു എന്ത് കാര്യം? അതൊന്നും അല്ല ഇപ്പോഴത്തെ ആനക്കാര്യം. ആയിരക്കണക്കിന് 10,000-കണക്കിന് മനുഷ്യർ ഈ നിമിഷവും ആ പെരുമഴപ്പെയ്ത്തിൽ ഹെല്ലോ ഫയർ നരകയാതനയാണ്. 8 വർഷങ്ങൾക്ക് മുൻപ് ആ മഹാപ്രളയം കുത്തുവാളയെ പിടിച്ചറിയാനാണ് ആറന്മുള, ചെങ്ങന്നൂർ, റാന്നി, തിരുവല്ല. 8 വർഷങ്ങൾക്കിപ്പുറം അതേ കാഴ്ചയാണ്. കാളരാത്രി, പാഞ്ഞെത്തി, ആറ്റുവള്ളം, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത അഭയാർത്ഥിയാവൽ, ഓണക്കാലത്തേക്ക് വിൽക്കാൻ വെച്ച സ്റ്റോക്ക് മൊത്തം വെള്ളമെടുത്ത് പോയ കച്ചവടക്കാർ, വീട് പോയവന് 4 ലക്ഷത്തിൽ 6 ലക്ഷം എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി. നല്ല കാര്യം. പക്ഷേ 6 ലക്ഷത്തിന് പാറ ഇറക്കാൻ തകയുവോ? ആ മഹാപ്രളയം കഴിഞ്ഞ് പിന്നെയും പ്രളയം, അതിനു മുമ്പ് ഓക്കി, പിന്നെ നൂറ്റിക്കണക്കിന് മനുഷ്യരെ കൊണ്ടുപോയ വയനാടൻ വേദന, ആവർത്തന ദുരന്തങ്ങൾക്കൊടുവിൽ കൊള്ളാവുന്ന ഒരു മഴ മുന്നറിയിപ്പ് സംവിധാനമില്ലാതെ കേരളമാണോ കേന്ദ്രമാണോ ഉത്തരവാദി എന്ന അർത്ഥമില്ലാ ചർച്ചയുടെ പ്രാകൃതാവസ്ഥയെങ്കിൽ പൊട്ടിവീണ മഴയ്ക്ക് എന്തു ചെയ്യും എന്നൊരു സിസ്റ്റം പിന്നെയും ആകാശത്തേക്ക് വാപൊളിക്കലെങ്കിൽ തോറ്റ മനുഷ്യർക്ക് ഒറ്റ വഴി, പടച്ചവനെ കാക്കണേ എന്ന പ്രാർത്ഥന.